പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ചെറുവള്ളിയുണ്ട് ഡെസ്കിൽ നിന്നും. അനീഷ്, എപ്പോഴാണ് മരണം സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എബി, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിൻ്റെ വിയോഗ വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ദുബായിലെ സ്വകാര്യ ആശുപത്രിയിൽ, UAE-ലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്ന് ഏകദേശം 11 മണിയോടെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചുവെന്നാണ് പുറത്തു വരുന്ന വിവരം. UAE-ലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നമുക്കറിയാം, കാർഗിൽ യുദ്ധത്തിൻ്റെ കാരണക്കാരനായി വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ്. 1999-ൽ അദ്ദേഹം ആ സമയം വരെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിരുന്നു. 1999-ൽ അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ സൈനിക അട്ടിമറി നടത്തി അദ്ദേഹം അധികാരം പിടിച്ചെടുത്തു. പിന്നീട് 2001 മുതൽ 2008 വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നത്. 2007-ൽ അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ജഡ്ജിമാരെ ഉൾപ്പെടെ തടവിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് 2008-ലാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. 2013-ൽ അദ്ദേഹം ചില അഴിമതിയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിൽ അറസ്റ്റിലായിരുന്നു. തുടർന്ന് അറസ്റ്റ് ഭയന്ന് അദ്ദേഹം നിയമ നടപടികൾ ഭയന്ന് പിന്നീട് അദ്ദേഹം രാജ്യം വിടുകയായിരുന്നു. എന്തായാലും നിലവിൽ രാജ്യത്തിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച പാകിസ്ഥാൻ്റെ ഒരു ഭരണാധികാരി മരണമടഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. എബി, തീർച്ചയായും പാകിസ്ഥാൻ്റെ ഒരു ഇരുണ്ട കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടത്തിന് കാരണക്കാരൻ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പട്ടാള അട്ടിമറിയിലൂടെ തന്നെ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുക. ഒപ്പം തന്നെ കാർഗിൽ യുദ്ധം, നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ കാർഗിൽ യുദ്ധത്തിൻ്റെ കാരണക്കാരൻ എന്ന നിലയിൽ തന്നെയാണ് പർവേസ് മുഷറഫിനെ വിലയിരുത്തപ്പെടുന്നതും. അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ പട്ടാള മേധാവിയായിരുന്ന സമയത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും ഒപ്പം തന്നെ പലായനത്തിൻ്റെ കാലഘട്ടങ്ങളെല്ലാം എങ്ങനെയാണ് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിയുക? എബി, നമുക്കറിയാം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പട്ടാളത്തിനും ഒപ്പം തന്നെ ഭരണകൂടത്തിനും ഒരുപോലെ തന്നെ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടുകൂടി തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ പട്ടാള മേധാവിമാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അവർക്ക് അധികാര ശ്രേണിയിൽ വളരെയധികം ഔന്നിത്യമുണ്ട്. ഈ ഒരു പദവി വഹിച്ചിരുന്ന ആളാണ് പർവേസ് മുഷറഫ്. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ അധികാര ശ്രേണിയിൽ ഉൾപ്പെടെ കൃത്യമായ സ്വാധീനം അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ ചെലുത്താൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് 1999-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനെ ഒരു പട്ടാള അട്ടിമറിക്കാൻ കഴിഞ്ഞതും പിന്നീട് അധികാര ശ്രേണിയിലേക്ക് എത്താൻ കഴിഞ്ഞതും പിന്നീട് കുറേ കാലം, ഏകദേശം 8-9 വർഷത്തോളം രാജ്യം പിന്നീട് കണ്ടത് പർവേസ് മുഷറഫിൻ്റെ ഭരണമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കുടക്കീഴിലാണ് പിന്നീട് രാജ്യം മുന്നോട്ട് പോയത്. എങ്കിൽ കൂടി ഒരു കാലഘട്ടം വരെ മാത്രമാണ്, ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയമാണ്. ഏകദേശം 7 വർഷത്തിന് ശേഷം അധികാരം ഒഴിയേണ്ടി വന്നു. നിലവിൽ അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന് രാജ്യത്തിനകത്തു നിന്നു തന്നെ വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് രാജ്യത്ത് വലിയൊരു അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിക്കേണ്ടി വന്നു. തുടർന്ന് അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ അത്തരത്തിലുള്ള ചില നടപടികളൊക്കെ അദ്ദേഹം നടത്തിയിട്ടും പിന്നീട് അധികാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് അധികാരം വിട്ടൊഴിയേണ്ടി വന്നു. എങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരു രാജ്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2000-ന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പദവിയിൽ കുറച്ചു കാലത്തേക്കെങ്കിലും, ഒരു വലിയ കാലഘട്ടമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്വേച്ഛാധിപതിമാരായ മറ്റ് രാജ്യങ്ങളിലെ പല അധികാരികളും പിന്നീട് ദശാബ്ദങ്ങളോളം രാജ്യം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ അധികാര ശ്രേണിയിലെത്താൻ കഴിഞ്ഞു, രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലിരുന്ന് രാജ്യത്തെ ഭരിക്കാൻ കഴിഞ്ഞു. എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധമൊന്നും അത്ര മികച്ച രീതിയിലായിരുന്നില്ല. നമുക്കറിയാം, പാകിസ്ഥാൻ
അന്നത്തെ 1999 കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ സമയത്ത് മികച്ച ഒരു ബന്ധം പുലർത്തുന്നു എന്ന് അദ്ദേഹം ഒരു പ്രതീതി സൃഷ്ടിച്ച ശേഷമാണ് കാർഗിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നതും പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ്റെ കൈവശമുള്ള ഭൂപ്രദേശമടക്കം ഇന്ത്യ തിരിച്ചു പിടിക്കുന്നതും. അത്തരത്തിൽ വളരെ ഇന്ത്യയുമായി ഒരു മികച്ച ബന്ധമൊന്നും അദ്ദേഹത്തിന് പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം തികച്ചും ഒരു കാപട്യമായ ഒരു പെരുമാറ്റം ഇന്ത്യയോട്, അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് ഇന്ത്യയോട് അദ്ദേഹം എക്കാലത്തും സൂക്ഷിച്ചിരുന്നത്. ഒരു കൃത്യമായ ഇന്ത്യയുടെ അനുഭാവമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ഒരു തികച്ചും ഒരു ശത്രുപക്ഷത്ത് നിർത്തിയുള്ള ഒരു സമീപനം തന്നെയായിരുന്നു അദ്ദേഹം എക്കാലത്തും സ്വീകരിച്ചിരുന്നത്. എബി, തീർച്ചയായും UAE-യിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നടന്നിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 6 വർഷത്തോളം കാലമായിട്ട് അദ്ദേഹം വിദേശവാസത്തിൽ തന്നെ ആയിരുന്നു അല്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ ചില കേസുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ചില കേസുകൾ അദ്ദേഹം നേരിട്ടിരുന്നു. 2013 അതേ തുടർന്നാണ് അദ്ദേഹം അറസ്റ്റിലാവുന്നത്. അതിനു പിന്നാലെയാണ് അദ്ദേഹം ശിക്ഷ ഭയന്നും ഒപ്പം തന്നെ മറ്റു നിയമ നടപടികൾ ഉണ്ടായാൽ അദ്ദേഹത്തിന് നേരിടാൻ കഴിയില്ല എന്നൊരു വസ്തുത മനസ്സിലാക്കി അദ്ദേഹം രാജ്യത്ത് നിന്ന് ഏകദേശം മറ്റൊരു രാജ്യത്തേക്ക് അഭയം തേടുന്നത്. ഇതേ തുടർന്ന് ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിലായി അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ തന്നെയാണ്. പിന്നീട് അദ്ദേഹം തിരിച്ച് എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചുവരവ് സാധ്യമായിരുന്നില്ല. അദ്ദേഹത്തെ ഭരണത്തിലേറിയ ഇമ്രാൻഖാൻ അടക്കമുള്ള ഭരണാധികാരികൾ അദ്ദേഹത്തിനോട് അത്ര അനുകൂലമായ സമീപനവുമല്ലായിരുന്നു. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുന്ന തരത്തിലുള്ള അനുകൂല സമീപനങ്ങളുമല്ലായിരുന്നു പിന്നീട് പാകിസ്ഥാനിൽ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിമാരുൾപ്പെടെയുള്ളവരിൽ നിന്ന് പർവേസ് മുഷറഫ് നേരിട്ടത്. എബി, തീർച്ചയായും 71-ലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ കമാൻഡോ ബറ്റാലിയൻ്റെ ഒരു കമ്പനി കമാൻഡർ ആയിരുന്നു അദ്ദേഹം എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് അതിനുശേഷം നിരവധിയായിട്ടുള്ള ബഹുമതികളൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ബേനസീർ ഭൂട്ടോയുടെ കാലത്താണ് അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ തസ്തികയിലേക്ക് എത്തുന്നത്. 98-ൽ നവാസ് ഷെരീഫ് തന്നെ സൈനിക മേധാവിയായിട്ട് നിയമിക്കുന്നു. അതിനുശേഷം ആ നവാസ് ഷെരീഫിനാണ് ഇയാൾ അട്ടിമറിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. നവാസ് ഷെരീഫിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം പട്ടാള മേധാവിയായി ചുമതലയേൽക്കുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഭരണകൂടം എല്ലാ കാലത്തും പട്ടാളത്തിൻ്റെ ഒരു അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് പാകിസ്ഥാനിൽ ഭരണകൂടങ്ങൾക്ക് തനിച്ചൊരു തീരുമാനമെടുക്കാൻ, സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. അത്തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ അവിടെ സൈന്യവും ഒപ്പം തന്നെ ISI ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായൊക്കെ ഭരണകൂടത്തിന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ ഒരു നിലയിലായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് നവാസ് ഷെരീഫിൻ്റെ സഹായത്തോടെ അധികാരത്തിൽ സൈനിക തലവനായി മാറിയ ശേഷം പിന്നീട് നവാസ് ഷെരീഫുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് പതിവാകുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പട്ടാള അട്ടിമറിയിലേക്ക് പിന്നീട് നവാസ് ഷെരീഫ് കടക്കുന്നത്. എബി, പാകിസ്ഥാൻ മുൻ പ്രസിഡന്റായിരുന്ന പർവേസ് മുഷറഫിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം UAE-യിൽ വെച്ചാണ്. UAE-യിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 2001 മുതൽ 2008 വരെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പദവിയും വഹിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധകാലത്ത് പാക് സൈനിക മേധാവിയായിരുന്നു പർവേസ് മുഷറഫ്. പാകിസ്ഥാൻ്റെ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയായിരുന്നു അനുഷ് ചെറുവള്ളി ന്യൂസ് ഡെസ്കിൽ നിന്നും.